നമസ്കാരം, ധനുഷ് പി സി ടിപ്സിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളുടെ സീരീസാണുള്ളത്. പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ആവർത്തന ചോദ്യങ്ങൾ പഠിക്കാം. 2022 നടന്ന പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നെടുത്ത വീഡിയോയിൽ മറ്റു 2 സ്റ്റേജുകളുടെ ചോദ്യപേപ്പറുണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ ഒരു 100-150 ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ആവർത്തന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ 22 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ എൽ ജി എസ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഒട്ടുമിക്ക ചോദ്യങ്ങൾ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ആവർത്തന ചോദ്യം വളരെ വിലയേറിയതാണ്, പ്രാധാന്യമുള്ളതാണ്, വിലപ്പെട്ടതാണ്. നന്നായി പഠിച്ച് നമുക്ക് പ്രിലിംസ് നേടാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസേഴ്സ് ഓൺലി നമുക്ക് നോക്കി പോകാം വേഗം. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? നീരജ് ചോപ്ര. ഓക്കെ, നെക്സ്റ്റ് വൺ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2019. നെക്സ്റ്റ് വൺ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ആൻസർ പി വത്സലയാണ്. 23 ഡോക്ടർ കെ വസന്തൻ. നെക്സ്റ്റ് വൺ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ആൻസർ ഓപ്ഷൻ സി 15. 15ാം നിയമസഭയാണ് 2021 നിലവിൽ വന്നത്. 15ാം നിയമസഭ. നെക്സ്റ്റ് വൺ. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആൻസർ EOS 04. കൃത്രിമ ഉപഗ്രഹം EOS 04 ആണ്. EOS 04. നെക്സ്റ്റ് വൺ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കെ കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗൻ. നെക്സ്റ്റ് വൺ. 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം. നെക്സ്റ്റ് വൺ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? ആൻസർ നൂൽപ്പുഴ. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത
നദി ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതെന്ന് കണ്ടുപിടിക്കുക. നർമ്മദ, മഹാനദി, ലൂണി, കാവേരി. ആൻസർ ലൂണിയാണ്. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ലൂണി ആണ്. നെക്സ്റ്റ് വൺ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യമായ കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. മൗസിൻഡ്രം മേഘം, മൗസ് അല്ലേ, മൗസ് എലിയല്ല, മൗസിൻഡ്രം മേഘാലയ, മേഘങ്ങൾ മൗസിൻഡ്രം, മേഘാലയം മൗസിൻഡ്രം. നെക്സ്റ്റ്, ലോക ഓസോൺ ദിനം എന്നാണ്. ലോക ഓസോൺ ദിനം എന്നാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ സെപ്റ്റംബർ 16. ഓക്കെ, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ആൻസർ മണികരൺ. ഭൗമ താപോർജ, മണികരൺ, കിരൺ, ഊർജം, ഭൗമ താപോർജ, ഭൗമ താപം ചൂട് അല്ലേ, കിരണം ചൂട്. ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത മീൻസ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് കുറവാണ്. അവിടെ എവിടെയായിട്ടാണ് ജനങ്ങൾ കാണപ്പെടുക. അപ്പോൾ ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ജനസാന്ദ്രത കുറവ് അരുണാചൽ പ്രദേശാണ്. നെക്സ്റ്റ് വൺ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗർ കാർഗിൽ മേഖല ബന്ധിപ്പിക്കുന്ന ചുരം, ശ്രീനഗർ കാർഗിൽ ചുരം ഏതാണ്? സോജില ചുരം. ശ്രീനഗർ ശ്രീജ കാർഗിലാണ്. സോജില. ഓക്കെ, ശ്രീനഗർ കാർഗിലാണ്. ഓക്കെ, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ശ്രീജ കാർഗിൽ. ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് വൺ, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം, ജൂൺ ടു നവംബർ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ ടു നവംബർ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ് കൃഷിരീതി. ജൂൺ ടു നവംബറാണ് ഖാരിഫ് കൃഷി. നമ്മുടെ സ്കൂൾ തുറക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന കൃഷിയാണ് ഖാരിഫ്. ജൂൺ ടു നവംബറാണ് ഖാരിഫ്. നെക്സ്റ്റ് വൺ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? സാദിയ ദുബ്രി ജലപാത ഏതാണ്? NW2. സാദിയ ദുബ്രി NW2. കഴിഞ്ഞ വീഡിയോയിൽ എന്തുണ്ടായിരുന്നു? അഹമ്മദാബാദ് ഹാൽഡിയ NW1, അഹമ്മദാബാദ് ഹാൽഡിയ AH1 ആണ്. AH1 അഹമ്മദാബാദ് ഹാൽഡിയ NW1 ആണ്. സാദിയ ദുബ്രി NW2. ഓക്കെ, NW3 ആരാണ്? കൊല്ലം കോട്ടപ്പുറത്ത് കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ സാദിയ ദുബ്രി NW2. നോക്കിക്കോളൂ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ഓക്കെ, നെക്സ്റ്റ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ
അല്ലേ അധ്യക്ഷതയിൽ നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ആൻസർ 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ നടന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. താൽക്കാലിക സമ്മേളനം 1946 ഡിസംബർ 9 കേട്ടോ. ഡേറ്റ് ഓർത്തു വയ്ക്കുക. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴ്ത്തുന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക്, അല്ലെങ്കിൽ എന്താണ് ആൻസർ? ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ബി ആണ് നമുക്ക് ആൻസർ. അപ്പോൾ 1, 2, 3 നോക്കിയേക്കല്ലേ. ഒന്നാമത്തേത്, ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി. നെക്സ്റ്റ്, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശിൽ ഓർത്തിരിക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 42 ആണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ആൻസർ ഓപ്ഷൻ ബി. നമുക്കെല്ലാം അറിയാതാണിത്, ആനന്ദമഠം അല്ലേ. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? ആൻസർ അയിത്ത നിർമ്മാർജ്ജനം അല്ലേ. 17 അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനം. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? അറിയാം എല്ലാവർക്കും അല്ലേ, 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് വൺ,
വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്ക് എതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ അരുവിപ്പുറ. അരുവിപ്പുറ. നെക്സ്റ്റ്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ ആണ്. മേഖല മലബാർ. നെക്സ്റ്റ് വൺ, മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ്? പ്രധാന കേന്ദ്രം ഏതാണ്? പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാനാർ ലഹള. ഏതാണത്? ചാനാർ ലഹള. ചാനാർ ലഹള. നെക്സ്റ്റ് വൺ, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു, കാരണം റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ഇവിടെ ഭാരതപ്പുഴ, കബനി, പെരിയാർ, നെയ്യാർ. ആൻസർ കബനി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തട്ടേക്കാട്, ചൂലന്നൂർ, മംഗളവനം, ചിന്നാർ. ആൻസർ ചിന്നാറാണ്. നെക്സ്റ്റ് വൺ, ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ആനമല നിരകളുടെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. നെക്സ്റ്റ് വൺ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം. അവിടുത്തെ മൃഗം വരയാട്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. 1956 നവംബർ 1. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക്. അസ്വസ്ഥതയുടെ പിതാവ്. ഗംഗാധരൻ അസ്വസ്ഥതയുടെ പിതാവ്. നെക്സ്റ്റ് വൺ, 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? തൊഴിലാളികൾക്ക് വേണ്ടി
18 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഈ സത്യാഗ്രഹത്തിലാണ്? ആൻസർ അഹമ്മദാബാദ് അല്ലേ? അഹമ്മദാബാദ് മിൽ, കോട്ടൺ മിൽ ഓർക്കിട്ടല്ലേ? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് അല്ലേ? അതൊന്ന് നോക്കി വെച്ചു, തെറ്റാം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. നെക്സ്റ്റ് വൺ, തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. തേഭാഗ സമരം ബംഗാൾ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? സംവാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജാണ് 1929 ലാഹോർ സമ്മേളനം. നെക്സ്റ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? വി പി മേനോൻ. വെരി ഇമ്പോർട്ടൻറ്റ് മേനോൻ അല്ലേ? വി പി മേനോൻ. നെക്സ്റ്റ്, ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓർത്തു വെച്ചോളൂ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അറിയാം, കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ അല്ലേ? നെക്സ്റ്റ് വൺ, രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ടെറ്റനി. ഓപ്ഷൻ സി, ടെറ്റനി ആണ്. നെക്സ്റ്റ് വൺ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. നെക്സ്റ്റ് വൺ, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ എംഫീസിമ. ഇപ്പോഴത്തെ LGS ക്വസ്റ്റിനകത്ത് ചോദ്യമുണ്ടായിരുന്നില്ലേ? പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്നതാണ് ചോദ്യം, ആൻസർ വന്നത്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫീസിമ. അതൊന്ന് നോക്കി വെച്ചോളൂ, എപ്പോഴും ചോദിക്കാം, തെറ്റാൻ ചാൻസുമുണ്ട്. അപ്പോൾ അത് ശ്വാസകോശമാണ്, പുകവലി മൂലമാണ് എംഫീസിമ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തെങ്ങ്, അതുപോലെ വെണ്ട അല്ലേ? പയറുമൊക്കെ പച്ചമുളകുമൊക്കെ എപ്പോഴും സങ്കര ഇനങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് പഠിച്ചു വെക്കണം. ഇവിടെ അല്ലാത്തത് അക്ഷയ. ചന്ദ്രലക്ഷയും ലക്ഷഗംഗയും ചന്ദ്രശങ്കരയും എപ്പോഴും ചോദിക്കുന്നുണ്ട്. ആരുടെ പറ്റി? തെങ്ങിനെ പറ്റി. ചന്ദ്രലക്ഷയും ലക്ഷഗംഗയും ചന്ദ്രശങ്കരയും ആരാണ്? തെങ്ങാണ്. നെക്സ്റ്റ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. ഇവിടെയാണ് കാസർഗോഡ്. തോട്ടവിള കാസർഗോഡ്. നെക്സ്റ്റ് വൺ, ഭക്ഷ്യശൃംഖലയിലെ പ്രധാന ഉപഭോക്താക്കൾ ആണ് ഡാഷ്. ഭക്ഷ്യശൃംഖലയിലെ പ്രധാന ഉപഭോക്താക്കളാണ് ആര്? സസ്യഭുക്കുകൾ. ചോദ്യം, പ്രാഥമിക ഫസ്റ്റ്
ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനേലും കഴിക്കുന്നവരാണെന്ത്? ഉപഭോക്താക്കൾ. ഇല്ല, ഉൽപ്പാദകരാണ് ആര്? സസ്യങ്ങൾ, ഹരിതസസ്യങ്ങൾ, പച്ചനിറമുള്ള സസ്യങ്ങൾ ആണെന്ത്? ഉൽപ്പാദകർ. ഈ ഉൽപ്പാദകരെ കഴിക്കുന്ന ആൾക്കാരാണ് ആര്? ഉപഭോക്താക്കൾ. ഉൽപ്പാദകരെ കഴിക്കുന്ന ആൾക്കാരാണ് ആര്? ഉപഭോക്താക്കൾ. അപ്പോൾ പ്രാഥമിക ഉപഭോക്താക്കൾ, ആദ്യത്തെ ഉപഭോക്താക്കൾ ആര് തന്നെയാണ്? സസ്യഭുക്കുകൾ. ഇല്ല, സസ്യങ്ങളെ കഴിക്കുന്നവരാണ് സസ്യഭുക്കുകൾ. അപ്പോൾ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭുക്കുകൾ. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 22. നെക്സ്റ്റ് വൺ, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം. 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അപ്പിക്കോ പ്രസ്ഥാനം. അല്ലേ, അപ്പിക്കോ പ്രസ്ഥാനം. അപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എനിക്ക് ഓർമ്മ പോകുന്നു അല്ലേ. അപ്പിക്കോ, കുട്ടികളോട് അപ്പിടാൻ പറയില്ലേ? സോ അതൊന്നും അല്ല കേട്ടോ, നമുക്ക് വേണം ഓർത്തിരിക്കാം. വനസംരക്ഷണം അല്ലേ, വനത്തിൽ അപ്പിടാൻ ഓർത്തിരിക്കാം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണമാണ്, അടങ്ങും പോയി അപ്പിട്ട് വെക്കൽ എന്നുള്ളതായിരിക്കും അല്ലേ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഞാൻ ഇനിത് മറക്കില്ല, അപ്പിക്കോ പ്രസ്ഥാനം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഹീലിയം, ക്ലോറിൻ, വെള്ളം, ഫ്ലോറിൻ. ആൻസർ ഹീലിയമാണ്. ഏക ആറ്റോമിക തന്മാത്ര ഹീലിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ്? ആൻസർ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റ് ആൻഡ് ഹേമയും മാഗ്മയുമാണ് ഇരുമ്പിൻ്റെ അയിര് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അല്ലേ, ആൻസർ എന്താണ്? നൈട്രജൻ. അല്ലേ, നൈട്രജൻ. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അല്ലേ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലൂടെ നൈട്രജൻ വരുമ്പോൾ അതിനെ പ്രവർത്തിച്ചിട്ടാണ് താഴെ വരുന്നു അല്ലേ, മഴവെള്ളത്തിൽ കൂടെ താഴെ കിട്ടുന്നു. അങ്ങനെയാണെന്ന് കിട്ടുക. അസറ്റോബാക്ടർ ബാക്ടീരിയ അവിടെയാണല്ലേ. എവിടെ കാണും അത്? മണ്ണിൽ എവിടെ കാണും? പയറിൻ്റെ വേർമുഴയിലൊക്കെയാണ് ഈ ബാക്ടീരിയ, റൈസോബിയം, അസറ്റോബാക്ടറും ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടത്. അങ്ങനെ അവർക്ക് വേണ്ട രീതിയിൽ നൈട്രജനെ ആക്കിയവർ എടുത്ത് സംഭരിച്ച് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം പറഞ്ഞതായിരുന്നു? അന്തരീക്ഷത്തിൽ നൈട്രജൻ അല്ലേ, ഇടിമിന്നലുണ്ടാകുമ്പോൾ അതിനെ നൈട്രേറ്റ്സിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയിട്ട് മഴവെള്ളത്തിൽ കൂടെ താഴോട്ട് വന്ന് ഭൂമിയിൽ വരുന്നില്ലേ. അപ്പോൾ അവിടെ മണ്ണിലുണ്ടാവും എപ്പോഴും. ആ മണ്ണിൽ പയറുണ്ടെങ്കിൽ പയർ ചെടിയൊക്കെ അതിനെ ഇതെന്താക്കിയെടുക്കും? അതിൻ്റെ പയറിൻ്റെ വേരിനകത്ത് മുഴ പോലുള്ള ഭാഗമുണ്ട്, അവിടെ എന്ത് താമസിക്കും? അസറ്റോബാക്ടറും റൈസോബിയം പോലുള്ള ബാക്ടീരിയസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരതിനെ കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നൈട്രജനെ അവർ എടുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. നെക്സ്റ്റ് വൺ, പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? നമുക്കറിയാം അല്ലേ, ഏത് പേരാണ് യൂസ് ചെയ്യുന്നത്? പാസ്ചറൈസേഷൻ. ഏത് പേരാണ്? പാസ്ചറൈസേഷൻ. നെക്സ്റ്റ് വൺ, കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയായിരിക്കും? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിപതന കോൺ എത്ര ആയിരിക്കും? ആൻസർ 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി. നെക്സ്റ്റ് വൺ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്?
യുറാനസ് ആണ് കേട്ടോ, യുറാനസ് ആകുന്നു. നെക്സ്റ്റ് വൺ, പാരമ്പര്യ ഊർജ സ്രോതസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, LPG. നെക്സ്റ്റ്, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവാണ്. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം, ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത്, ചക്രം ചിരിയുന്നു, ലിഫ്റ്റ് ഉയരുന്നതും താഴുന്നതും. ആൻസർ ഓപ്ഷൻ എ ആണ്, ഊഞ്ഞാലിൻ്റെ ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ആൻസർ ഹൃദയരാഗങ്ങൾ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? TP ഔസേപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എവിടെയാണ്? ആൻസർ ജഡായു, അല്ലേ, കൊല്ലം ജഡായു പാർക്ക്. നെക്സ്റ്റ്, ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നെക്സ്റ്റ് വൺ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. നെക്സ്റ്റ് വൺ, നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് MK സക്കീർ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13. അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരം ആണ് ലഭിച്ചത്? ഓപ്ഷൻ സി, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം. മടക്ക് പർവ്വത നിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, അറ്റ്ലസ് ആൻഡ് ആൽപ്സ് പർവ്വതങ്ങൾ. അറ്റ്ലസും ആൽപ്സും പർവ്വതങ്ങൾ, മടക്ക് പർവ്വതങ്ങളാണ് അറ്റ്ലസും ആൽപ്സും. നെക്സ്റ്റ്, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ മലവെള്ളപ്പാച്ചിൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. ഏതാണ്? UP. 1,00,000-ലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര്. 1,00,000-ലധികവും 10 lakhs താഴെയും, അല്ലേ, ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? നഗരം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ലഡാക്ക് ആൻഡ് സസ്കർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യംസ് മൂന്നാമനാണ് അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത്. വില്യംസ് മൂന്നാമനാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? ഓപ്ഷൻ സി, വിശ്വാസ് മേത്ത. നെക്സ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എന്താണ്?
ഓപ്ഷൻ സി 450 to 300 mm. 450 മുതൽ 300 mm ആണ് VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. നെക്സ്റ്റ്, പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാകുന്നു? ആൻസർ 28(1) 28(1). നെക്സ്റ്റ് വൺ, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അനുച്ഛേദം. കടമെടുപ്പ് അനുച്ഛേദം ഏതാണ്? 293. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്ടനായക്. നെക്സ്റ്റ് വൺ, വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? 8ാമത്തെ വകുപ്പ്. നെക്സ്റ്റ് വൺ, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നത് വന്നാകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്ക. നെക്സ്റ്റ് വൺ, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ, 89 നവംബർ 20. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടി കൊടുത്തത് എന്തായിരുന്നു? 89 നവംബർ 20 UN പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1885. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ, ചമ്പാരൻ 17. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. 1957 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ ബി കാൺപൂർ. ഇൻ്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ റാണി ഝാൻസി റെജിമെൻറ്റ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾ. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ആൻസർ മറാത്ത ഭാഷയിലെ മറാത്ത എന്നാണ് അതിൻ്റെ പേര്, മറാത്ത പത്രം. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. ബാക്കിയുള്ളവരെ അറിയാമല്ലോ അല്ലേ, കബനി, ഭവാനി, പാമ്പ്. നെക്സ്റ്റ്, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചിങ്ങം 1.
സ്പീഡിൽ പോകാം. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ല. ചുവടെ തന്നിട്ടുള്ളവയിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? KM ബീനാമോൾ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. ചേറ്റുവ തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. നെക്സ്റ്റ് വൺ, കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? 4. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആരോഗ്യ സർവകലാശാല തൃശ്ശൂർ. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പ്രൊഫസർ KV തോമസ്. പ്രൊഫസർ KV തോമസ്. എൻ്റെ കുമ്പളങ്ങി പ്രൊഫസർ KV തോമസ്. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? 1949. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഒരേയൊരു മലയാളി C. ശങ്കരൻ നായർ. നെക്സ്റ്റ് വൺ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീ നാരായണ ഗുരു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ആത്മവിദ്യ കാഹളം, പ്രാചീന മലയാളം. ആൻസർ പ്രാചീന മലയാളം. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാര ഗുരുദേവൻ. VD ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ C. കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? കോഴഞ്ചേരി പ്രസംഗം. C. കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം. നെക്സ്റ്റ്, മനുഷ്യശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? 24. 12 ജോഡി. മനുഷ്യശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. രാസനിർമ്മാണശാലയാണ്. കാൽസ്യത്തിൻ്റെ അപര്യാപ്ത ശരീരത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ആൻസർ എല്ലാം. രക്തം കട്ട പിടിക്കാൻ കാൽസ്യം വേണം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് കാൽസ്യം വേണം. പേശി പ്രവർത്തനം അല്ലേ? പേശി പ്രവർത്തന അഭാവത്തിൽ എന്തായിരുന്നു അസുഖം വരിക? കാൽസ്യം ഇല്ലെങ്കിൽ പേശി പ്രവർത്തനം നമ്മൾ പഠിച്ചുള്ളൂ. അതായിരുന്നു ടെറ്റനി അല്ലേ? നെക്സ്റ്റ്, മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന. 1. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്നു. മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു. ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഹീമോഗ്ലോബിനാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ B ആണ്. യോജിക്കാത്ത ആരാണ്? B ആണ് അല്ലേ? പ്ലാസ്മയിലല്ല. ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ബ്ലഡിൽ കാണപ്പെടുന്നതാണ് അല്ലേ? എവിടെ? RBCയിൽ രക്താണുകൾ കാണപ്പെടുന്നതാണ് ഹീമോഗ്ലോബിൻ അല്ലേ? അതുതന്നെയാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും വഹിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജനൊക്കെ വരില്ലേ? ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അല്ലേ ഹീമോഗ്ലോബിനെ കമ്പൈൻ ചെയ്ത് ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ടാണ്. ഓക്സിജൻ ചേരുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനാകുന്നു. അങ്ങനെയാണ് ബ്ലഡ് വഴി എല്ലാ ഭാഗത്തേക്കും പോകുന്നത് അല്ലേ? അപ്പോൾ പിന്നെ ഇതിനകത്തുള്ളതാണ് എന്ത്? ഇരുമ്പെന്ന് പറഞ്ഞ സാധനം അല്ലേ? ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ചുവന്ന രക്താണു മീൻസ് അരുണരക്താണുക്കൾ. WBC അല്ല, RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ്. ചുവന്ന രക്താണു, അരുണരക്താണു, ഇത്രയും പേരുണ്ട് അതിന്. ഹീമോഗ്ലോബിൻ അല്ലേ പ്ലസ് O2 ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ശരീരത്തിൻ്റെ കോശങ്ങളിൽ ചെല്ലുമ്പോൾ ഓക്സിജൻ അവർക്ക് കൊടുത്തിട്ട് തിരിച്ച് ഡിയോക്സി ഹീമോഗ്ലോബിനായിട്ടെങ്കിൽ തിരിച്ചു പോരും അല്ലേ? അങ്ങനെയാണ് ബ്ലഡിൽ തന്നെ ഉണ്ടാവും. അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം ശരിയാണ്. 1 മീൻസ് വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. ട്രാക്ട് വാച്ച്, ട്രാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ടയുടെ ഇനം ഏതാണ്? ഏതാണ് വെണ്ടയുടെ ഇനം? ഇവിടെ ചോദിച്ചാൽ അനാമിക. വെണ്ട അനാമിക. അന്തരീക്ഷങ്ങളിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? പ്രധാന ഉറവിടം ഏതാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? കടുവകൾ കാണപ്പെടുന്നത് പശ്ചിമ ബംഗാൾ. കടുവകൾ പശ്ചിമ ബംഗാൾ. വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ. വിഘാടകർ എവിടെ വരുന്നുണ്ട്? വിഘാടകർ എന്ന് പറയുമ്പോൾ ബാക്ടീരിയ ആണ് വിഘാടകർ അല്ലെ. വിഘാടകർ എവിടെ വരിക? ഉൽപ്പാദകർ ഇല്ലേ. ഉൽപ്പാദകർ ഉണ്ടാക്കുന്നവർ ഹരിസസ്യങ്ങളാണ്. പിന്നെ ഉപഭോക്താക്കൾ ഇല്ലേ. ഉപഭോക്താക്കൾ. നെക്സ്റ്റ് വരുന്ന ആരാണ്? വിഘാടകർ അല്ലേ. ഉപഭോക്താക്കളെല്ലാം കഴിക്കുന്നവർ. വിഘാടകർ എന്താണ്? മരിച്ചു കഴിയുമ്പോൾ അവനെ വിഘടിപ്പിക്കുന്നതാണ് വിഘാടകർ. ബാക്ടീരിയ, ഫംഗസ് എല്ലാം വരുന്നു അങ്ങനെ. നെക്സ്റ്റ്, ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചണം ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ഐസോട്ടോപ്പുകൾ. 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 ഒരേ അറ്റോമിക് നമ്പർ. ഒരു അറ്റോമിക് നമ്പർ അല്ലേ. ഡിഫറൻ്റായ മാസ് നമ്പർ. ഒരേ അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ് മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന് വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുക. എന്താ പറയുന്നത്? ആ ഒരു സംഭവത്തിന് പറയുന്ന പേര് എന്താണ്? ഐസോട്ടോപ്പുകൾ. ഓക്കെ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോപ്പുകൾ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോട്ടോപ്പുകൾ. നെക്സ്റ്റ് വൺ, ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ മോസ്ലി. ആധുനിക സംഭവം മോസ്ലിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതല ബലം. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിൽ. ഓക്കെ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉള്ളത് എപ്പോഴാണ്? ആൻസർ അറിയാം, 4 ഡിഗ്രി സെൽഷ്യസ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. ഓക്കെ. ഏകദേശം 80 അല്ലേ, 160 ക്വസ്റ്റ്യൻസോളം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ താങ്ക് യു. വീണ്ടും വീഡിയോസ് കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ്.